Baby, ഹലോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവേ. ആ വാട്ട്സ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ദാറ്റ് ഷേപ്ഡ് യു ഫോർ ദ ബെറ്റർ? ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ എന്നെ കുറച്ചുകൂടെ നല്ല ആളാക്കിയ ജീവിതത്തിലെ ഒരു കാര്യം പറയാനല്ലേ. അങ്ങനെ നോക്കുവാണെങ്കിൽ എന്നെ കണ്ട എന്തുവാ ഞാൻ ഒരുമാതിരി ഒരു വലിയ സൈസുള്ള ഒരാളാണ് അല്ലേ. അപ്പം ഞാൻ ചെറുപ്പം മുതലേ Size means you എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു 7th സ്റ്റാൻഡേർഡ് മുതലേ എന്നെ കണ്ട ഏകദേശം ഇതുപോലൊക്കെ തന്നെയാ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്രയും അങ്ങനെ പ്രായം അങ്ങനെയല്ല, ബട്ട് ഹൈറ്റും വെയിറ്റും വെച്ച് നോക്കുമ്പോഴത്തേന് ഐ വാസ് ഓൾമോസ്റ്റ് സിമിലർ. അപ്പം നമുക്ക് ആ സമയത്ത് തന്നെ നമ്മളെ കണ്ട ഒരു ഓവർ മെച്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, 7th 8th 9th 10th ആ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതിനേക്കാളിലും, അതായത് ഏജിനേക്കാളിലും ഉള്ള ഒരു മെച്യൂരിറ്റി തോന്നുന്ന ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആയിരുന്നു ഞാൻ. അപ്പം തന്നെ പീപ്പിൾ എക്സ്പെക്ട് മോർ അല്ലേ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന്. അപ്പം while I was the opposite, people did not expect anything from me. അത് ശരിക്കും പറഞ്ഞാൽ നല്ലതാ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ നമ്മൾ സൊസൈറ്റി നമ്മളെ ഇങ്ങനെ കാണുമ്പോഴത്തേന് അപ്പം നമ്മൾ ഫോഴ്സ് ടു ബി ലൈക്ക് എന്തുവാ ആ ഗുഡ് ഗേൾ ഇമേജ് നിലനിർത്താനായിട്ടുള്ള ഒരു വലിയൊരു പ്രഷർ നമുക്കുണ്ട്. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെന്തോ എനിക്കറിയത്തില്ല, ചിലപ്പം സൈസ് കൊണ്ടായിരിക്കാം, എന്തോ അറിയത്തില്ല എന്തോ ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് അതുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എന്നാലും ഇറ്റ് വാസ് ഓക്കെ, ഐ കുഡ് ഹാൻഡിൽ ദാറ്റ്. പിന്നെ എനിക്ക് തോന്നിയത് അങ്ങനെ മെച്യൂരിറ്റി ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ നമ്മുടെ ഏജിൽ കവിഞ്ഞുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ വലിയ ഈസി ആയിരുന്നു. അപ്പൊ അവരുടെ ഇടയ്ക്ക് ഇരുന്ന് സംസാരിക്കുമ്പോഴും അവർക്കും തിരിച്ചും തോന്നത്തില്ല ഓക്കെ ഇത് ചെറിയ കൊച്ചാണെന്ന് തോന്നത്തുമില്ല. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം എൻ്റെ ജീവിതത്തിൽ. അപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പം ഒരു 6th 7th സ്റ്റാൻഡേർഡ് മുതൽ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൽ മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്യുന്ന, അതായത് വർക്ക് ചെയ്ത് റിട്ടയറായ അങ്കിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്കിളിനോടൊക്കെ വീക്കെൻഡിലൊക്കെ ഒന്ന് നടന്ന് അവിടെ ചെന്ന് അവരോടൊക്കെ സംസാരിക്കുക, അവരുടെ അനുഭവങ്ങളൊക്കെ. പുള്ളിക്കാരൻ കൊറിയയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ അവരോടൊക്കെ സംസാരിക്കുക, അവരുടെയൊക്കെ ഒരുപാട് അനുഭവങ്ങളും അവരുടെ യാത്രയിലെ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും ഒക്കെ അറിയാനും ഒക്കെ അതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു. അതിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്, പക്ഷെ എന്നാലും ഇറ്റ് വാസ് ഗുഡ്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മളെക്കാളിലും ഏജുള്ള ആൾക്കാരുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരുന്ന് കേൾക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അത് എന്നെ മോൾഡ് ചെയ്യാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. That's a good challenge to have in your life actually. ആൻസർ കുറച്ച് നീണ്ടുപോയി അല്ലേ. That's okay. Thank you for your insight.